അപ്പോൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഗ്ലിംസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷനാണ് ബ്ലോക്ക് 1 വരുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കുക. അതിൻ്റെ ലാറ്റിൻ റൂട്ടാണ് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. മീനിങ് എന്താ? ടു ഷെയർ. അതിൻ്റെ ഡെഫിനേഷൻ എന്താ? ആസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഫർമേഷൻ ഈസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു അറിവ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിനൊരു കോമൺ സിസ്റ്റം ഉണ്ട്. സിമ്പിൾസ്, സയൻസ്, ഗസ്റ്റേഴ്സ് ഉണ്ട്. അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പഠിക്കുക. അത് ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക. എയിം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഐഡിയാസ്, തോട്ട്സ്, ഫീലിങ്സ് ഒരാളുടെ മനസ്സിൽ നിന്നും മറ്റൊരാളുടെ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അത് പേഴ്സണലിലും പ്രൊഫഷണൽ ലൈഫിലും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നോക്കാം. ഇനി ഡസ് കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് പല മോഡൽസിനെ കുറിച്ചൊക്കെ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താ? 1 വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, 2 വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒരു സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് പോകുന്നു. വെൻ ദർ ഈസ് എ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം സെൻഡർ ടു ദ റിസീവർ ആൻഡ് ദർ ഈസ് നോ സ്കോപ്പ് ഫോർ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഇല്ലാത്തതിനെ 1 വേ എന്നും, സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് പോയി ഇൻഫർമേഷൻ അതിനെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയും. അവിടെ എന്താണ്? അവരുടെ ഫീഡ്ബാക്കും ഉണ്ടായിരിക്കും. അവിടെ എക്സ്പ്ലെയിൻ കൊടുത്തിട്ടുണ്ട്. ഈ 2 വേ കമ്മ്യൂണിക്കേഷൻ തന്നെ 2 തരംതിരിച്ചിരിക്കുന്നു. സിമെട്രിക് എന്നും എസമെട്രിക് എന്നും. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ നിലവാരത്തിലുള്ള 2 പേര് തമ്മിൽ, ഇപ്പോൾ ഫ്രണ്ട്സ് തമ്മിലൊക്കെ ആണെങ്കിൽ അതിനെ സിമെട്രിക്. ഇപ്പോൾ ഒരു ടീച്ചറും പ്രിൻസിപ്പാളും, അപ്പോൾ ടീച്ചർ താഴെയും പ്രിൻസിപ്പാൾ മേലെയും, അങ്ങനെയുള്ളത് എസിമെട്രിക് എന്നും പറയും. അടുത്ത എന്താണ്? മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൾ അല്ലെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ലാംഗ്വേജ് ഫോർ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പഠിക്കുക. ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടേൺ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. എന്താ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പോക്കൺ വേർഡ് ആയിരിക്കും, വാക്കുകളിലൂടെ. അത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ്. അതൊക്കെ പഠിക്കുക. ദെൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്താ? എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ റിട്ടേൺ ഫോം, അതും പഠിക്കാം. അപ്പോൾ അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. 2 ടൈപ്പ്, ഓറലും റിട്ടേണും. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെസ്സേജസ് വിത്തൗട്ട് ട്രാൻസ്മിഷൻ ഓർ എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ്. അവിടെ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അപ്പം അതിൽ തന്നെ പല ടൈപ്പുകളുണ്ടല്ലോ. ഏതാണ്? വിഷ്വൽ, സിംബോളിക് കമ്മ്യൂണിക്കേഷൻ, ഫിസിക്കൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടും പഠിക്കാം. ഇനി മേജർ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? എഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ, പാസീവ് കമ്മ്യൂണിക്കേഷൻ, പാസീവ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ, അസേർട്ടീവ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ദേഷ്യമുള്ള രീതി, അൺപ്ലസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ആംഗ്രി, അതൊക്കെയാണ് തന്നിട്ട്. അപ്പോൾ അണ്ടർലൈൻ ചെയ്തൊക്കെ പഠിക്കുക. പാസീവ് എന്ന് പറഞ്ഞാൽ ഉറക്കം തൂങ്ങിയിട്ടുള്ളത്. പാസീവ് അഗ്രസീവ് രണ്ടിൻ്റെയും മിക്സ്. അസർട്ടീവ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഹിസ് ഫീലിങ്സ്, ഐഡിയാസ് ആൻഡ് നീഡ്സ്. ഒരാൾ തൻ്റെ ആവശ്യങ്ങൾ പറയണം, അതേസമയം മറ്റൊരാളുടെ ആവശ്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് അസർട്ടീവാണ്. അടുത്തത് എന്താണ്? എൻകോഡിങ്ങും എന്താണ് ഡീകോഡിങ് എന്നും പഠിക്കുക. നമ്മളൊരു മെസ്സേജർക്ക് ഒരാൾക്ക് സെൻഡ് ചെയ്യുന്ന മെസ്സേജസിനെ എൻകോഡ്, അയാൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാക്കുന്നതിനെ എൻകോഡ് ചെയ്യാമെന്നും, നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് അയാൾ മനസ്സിലാക്കിയെടുക്കുന്നതിനെ ഡീകോഡ് ചെയ്യാമെന്നും പറയും. അത് ഡെഫിനേഷനുണ്ട്, അതിൽ നോക്കി പഠിക്കുക കേട്ടോ. റീക്യാപ്പ് വായിച്ചു നോക്കുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയുക. ഇതിൻ്റെ അസൈൻമെൻറ്റ് ടൈപ്പ് ആൻസറിന് ഞാൻ ആൻസർ ചെയ്യുക കേട്ടോ. ഞാൻ ആൻസർ തന്നെ. രണ്ടാമത്തത് ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫോമും ടെക്നിക്കുകളുമാണ്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ബേസ്ഡ് ഓഫ് ചാനൽ പഠിക്കണം, ബേസ്ഡ് ഓൺ സ്റ്റൈൽ ഏതാണെന്ന് പഠിക്കണം, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് പഠിക്കണം. ബേസ്ഡ് ഓൺ ചാനലിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാ? വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ വെർബൽ ഏതൊക്കെയുണ്ട്? പിന്നെ എന്തുണ്ട്? ഓറൽ ഉണ്ട്, റിട്ടേൺ ഉണ്ട്, നോൺ വെർബൽ ഉണ്ട്. ദെൻ വെർബൽ ബേസ്ഡ് ഓൺ ചാനൽ, വെർബൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിക്കണം. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൾ ഉപയോഗിച്ചുള്ളത്. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൾ ഉപയോഗിക്കാതെയുള്ളത്. ഡെഫിനിഷനൊക്കെ പഠിക്കണം കേട്ടോ. ദെൻ ബേസ്ഡ് ഓൺ സ്റ്റൈൽ, സ്റ്റൈലിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും. എന്താ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഫോർമൽ ഓർ കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഡൺ ത്രൂ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ചാനൽസുകൾ, റിജിഡ് നിയമങ്ങൾ, ഇങ്ങനെ പാടുള്ളൂ, അതൊക്കെ. ഡിഫറെൻറ്റ് സ്റ്റേജസ്, അതിനൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? എന്താ പറയുക? അതിനൊക്കെ നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാരഗ്രാഫൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റത്തെ പാരഗ്രാഫും വായിച്ചു നോക്കുക. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ ടൈപ്പ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് ഇൻ്റർചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഡസ് നോട്ട് ഫോളോ എനി ചാനൽസ്. അണ്ടർലൈൻ ചെയ്യണം. ദ കമ്മ്യൂണിക്കേഷൻ സ്ട്രെച്ചസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന് മറ്റൊരു പേര് പറയല്ലോ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഏതാണ്? ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഇത് കുറച്ചും കൂടെ ഓറലായിരിക്കും, ഫ്ലെക്സിബിൾ, നമ്മുടെ ഇഷ്ടത്തിന്. ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നടക്കുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്.
ഞാൻ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞ സമയം കളയേണ്ട കാര്യമില്ല. ഇനി പാർട്ടിസിപ്പൻസിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ഡിവൈഡ് ചെയ്യുന്നു? ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളോട് തന്നെ സംസാരിക്കുമ്പോൾ അതാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ടേക്ക് പ്ലേസ് വിത്തിൻ വൺ സെൽഫ്. ദ വൺ പേഴ്സൺ ഈസ് ഇൻവോൾവ് ഇൻ ദിസ് കമ്മ്യൂണിക്കേഷൻ. ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നോക്കുക. ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ടു പേഴ്സൺസ്. രണ്ട് പേര് തമ്മിൽ. പൊസിഷൻ ഓഫ് ദ സോഴ്സ് ആൻഡ് റിസീവർ ആർ ഇൻ്റർചേഞ്ച്ഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഡ്യൂ ടു ദ ഡൈനാമിക് നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആദ്യം സെൻഡർ, റിസീവർ, അങ്ങനെ. പിന്നെ കുറച്ച് കഴിയുമ്പോഴോ ആരാണോ സെൻഡർ അയാൾ റിസീവർ ആവും, ആരാണോ റിസീവർ അയാൾ സെൻഡർ ആവും. അതാണ് ഡയാഡിക്. സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ 2ൽ കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും. ഗ്രൂപ്പ് മീറ്റിങ്ങും ഓഫീസിലൊക്കെ നടക്കുന്നതൊക്കെ ഇത് ഫോർമൽ അല്ലെങ്കിൽ ഇൻഫോർമലും ആവാം. അവിടെ ഒരു ബിസിനസ്സിനൊക്കെ ആണെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വൺ വിച്ച് ദ മെസ്സേജസ് ഫ്രം ഒറ്റ സോഴ്സിൽ നിന്നും ഒരുപാട് പേർക്ക് കിട്ടും. പബ്ലിക് സ്പീച്ചൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദർ ഇസ് എ ഹ്യൂജ് നമ്പർ ഓഫ് ഓഡിയൻസ്. ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരിക്കും. അവർ ഒരേപോലെയുള്ളവരായിരിക്കില്ല. പല മേഖലയിൽ പല പ്രായത്തിലും ഇതിലുള്ള ആളുകളൊക്കെ ഇരിക്കും. അപ്പോൾ സംപ്രേഷണം ചെയ്ത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയാണ്. റേഡിയോ ഇതിനൊരു വലിയ ഉദാഹരണമാണെന്ന് പറയുകയാണ്. ഇവിടെ ഫീഡ്ബാക്കിനുള്ള സ്കോപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഒറ്റ ക്വസ്റ്റ്യൻ്റെയാണ്. ഏത് ക്വസ്റ്റ്യൻ്റെയാണ്? ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ എഴുതണം ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ ഡിവൈഡഡ് ഓൺ സ്ട്രാറ്റജി ഓഫ് ബേസ്ഡ് ഓൺ ചാനൽ, ബേസ്ഡ് ഓൺ സ്റ്റൈൽ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. എന്നിട്ട് ഓരോന്നിനെയും നമ്മൾ എടുത്ത് എഴുതണം. എന്നാലാണ് എസ്സേ കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലാതെ ഒരെണ്ണം മാത്രം എഴുതിയാൽ പോരാ. ബേസ്ഡ് ഓൺ ചാനൽ ഏതൊക്കെയുണ്ട്, ബേസ്ഡ് ഓൺ സ്റ്റൈൽ ഏതൊക്കെയുണ്ട്, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഏതൊക്കെയുണ്ട്. അപ്പോൾ അത് ഒക്കെ എഴുതിയാലാണ് എസ്സേ ആവുള്ളൂ. അതേസമയം ബേസ്ഡ് ഓൺ ചാനൽ മാത്രം എഴുതുകയാണെങ്കിൽ വെർബലും റിട്ടണും നോൺ വെർബൽ അതൊക്കെ മതി. ഇനി ബേസ്ഡ് ഓൺ സ്റ്റൈലാണെങ്കിൽ അത് മതി. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആണെങ്കിൽ അത് മതി. മൊത്തത്തിലാണെങ്കിൽ അത് മൊത്തം എഴുതണം കേട്ടോ. ദെൻ അടുത്തത് എന്താണ്? ടെക്നിക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്? ഡെവലപ്പ് ക്യൂരിയോസിറ്റി, ഡിസ്പ്ലേ എന്തൂസിയാസിയം, ബി എംപാത്തിക്, റിഫ്ലക്ട് ഹോണസ്റ്റി, പോളിഷ് സെൻസ് ഓഫ് ഹ്യൂമർ, പോസിറ്റിവിറ്റി, ഗീവ് ഇമ്പോർട്ടൻസ് ടു ക്ലാരിറ്റി, കെയർഫുൾ ചോയ്സ് ഓഫ് വേർഡ്സ് കേട്ടോ. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും പല റീക്യാപ്പും നോക്കുക. Then unit 3 very important, barriers and guidelines for effective communication. Barriers വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് പഠിക്കുക. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസി ടു ഡിവൈഡ് ആസ് ബാരിയേഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫിസിക്കൽ, സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ, ലിംഗ്വിസ്റ്റിക്, സെമാൻറ്റിക്, പെർസെപ്ച്വൽ, കൾച്ചറൽ, ഓർഗനൈസേഷണൽ, ജെൻഡർ, ഇമോഷണൽ, മെക്കാനിക്കൽ എല്ലാം വേണം കേട്ടോ. ഒന്നാമത്തെ ഫിസിക്കൽ, 2 ഫിസിയോളജിക്കൽ. ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായ പ്രശ്നങ്ങൾ, ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, സൈക്കോളജി മനഃശാസ്ത്രപരം, ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഭാഷാപരം. ദെൻ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നങ്ങൾ, കൾച്ചറൽ സംസ്കാര പ്രശ്നങ്ങൾ, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സംഘടനയുടെ ഉള്ളിൽ വരുന്ന തടസ്സങ്ങൾ, ജെൻഡർ അതായത് മെയിൽ ഫീമെയിലുമായി ബന്ധപ്പെട്ട ബാരിയേഴ്സ്, ഇമോഷണൽ നമ്മുടെ ഫീലിങ്സുമായി ബന്ധപ്പെട്ടത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10ാമത്തത് മെക്കാനിക്കൽ ടെക്നോളജിക്കൽ ബാരിയേഴ്സ് എല്ലാം പഠിക്കണം കേട്ടോ. ഒറ്റ എസ്സേയായിട്ട് ചോദിക്കാം. ദെൻ ഗൈഡ് ലൈൻസ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ നല്ല ഗൈഡ് ലൈൻസ് എഴുതാം. നല്ലപോലെ ലിസൺ ചെയ്യണം, ആക്റ്റീവ് ലിസണർ ആവണം, അഫർമേറ്റീവ് റിപ്ലൈ ഒക്കെ കൊടുക്കണം, ക്വസ്റ്റ്യൻ ഷോ മിററിങ്, ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും കൂടെ ഒപ്പം വേണം. പബ്ലിക് സ്പീക്കിംഗ് കേൾക്കുക, ഈ മാനേജർ ഇമോഷൻസ്, ഹോണസ്റ്റ് ഫീഡ്ബാക്ക് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റീക്യാപ്പും ക്വസ്റ്റ്യൻസൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ.